ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. അയ്യോ പക്ഷെ ഒരു സ്ഥലത്ത് പാളി. ഒരേ ഒരു ഉപാധി കലയാണ്. വിശ്രാമത്തിലാണ് എക്സൈറ്റ്മെന്റ് ഉള്ളത്. ഞാനിങ്ങനെ പോകുമ്പോ അവര് പിള്ളേര് വലിച്ചു കയറ്റിയാലും ഇങ്ങനെയൊക്കെ ആളുകളെ ആശ്വസിപ്പിക്കുന്നതിന്റെ പേരാണ് മോട്ടിവേഷൻ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, അഭിഷാദാണ്. IFFK ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2023 കാണാനുള്ള യാത്രയിലാണ്. കോഴിക്കോട് നിന്ന് ഞാനും ഗോഡും കൂടി പോയി. അവിടെ ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടു, സംസാരിച്ചു. ട്രെയിൻ വന്നു, നേരെ കയറി. തൃശ്ശൂരിൽ നിന്ന് അജി എൻ്റെ ബ്രദർ കയറി നേരെ തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ നമ്മളിന്ന് പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ യാത്ര തിരുവനന്തപുരത്താറായി. IFFKയുടെ തിരക്കിൽ അലിയും. തിരുവനന്തപുരത്ത് എന്നാൽ ആദ്യത്തെ പരിപാടി ആര്യ നിവാസിൽ നിന്നും ഊണ് കഴിക്കുക. തൃശ്ശൂർ വെജിറ്റേറിയൻ അടിപൊളിയാണ്. ഞാൻ ട്രിവാൻഡ്രം പോകുമ്പോൾ എപ്പോഴും ലഞ്ചിന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ആര്യ നിവാസ്. ഞാൻ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഊണ്. ടീം നമ്മളെ കണ്ടിട്ട് ആശംസ പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ. ഓട്ടോറിക്ഷയിൽ തിരുവനന്തപുരത്ത് IFFK വരുമ്പോൾ നമ്മൾ വണ്ടി ഒന്നും എടുത്ത് വരരുത്. വണ്ടി അവിടെ പാർക്ക് ചെയ്യാനൊന്നും പറ്റൂല. പണ്ടൊക്കെ പൈലറ്റുമാരല്ലേ സുന്ദരന്മാർ, ഇപ്പോൾ ഓട്ടോക്കാരൊക്കെ സുന്ദരന്മാരാണ്. മസ്കറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പൊതുവെ രാഷ്ട്രീയക്കാരൊക്കെ വന്ന് താമസിക്കുന്ന ഒരു നല്ല കിടലൻ ഹോട്ടലാണ്. അവിടെ കയറി താമസിച്ചു. നല്ല ക്ഷീണുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തിരിഞ്ഞിട്ടാണ് എത്തിയത്. 3 മണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കാന്ന് വിചാരിച്ച് കിടന്നുറങ്ങിപ്പോയി. അരമണിക്കൂർ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയതാ. ഇപ്പം എത്രയായിട്ട് 7 മണിയായി. എല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പോൾ ഇനി സമയം കളയാനില്ല. നമ്മൾ IFFKയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതാ അയ്യോ, ഇതെന്താന്നറിയോ? എൻ്റെ മോൾക്കുണ്ടല്ലോ ഷീറ്റ് വേണം. ഇവിടെ എപ്പോഴും കൊണ്ടു നടക്കുന്ന സാധനം ഷീറ്റ്. ഉറങ്ങുമ്പോൾ അത് കെട്ടിപ്പിടിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒക്കെ ഈ ഷീറ്റ് കൈപ്പിടിക്കുക. ഇതില്ലെങ്കിൽ ഉണ്ടല്ലോ അവൾ അലമ്പുണ്ടാക്കും അവിടെ. അവളുടെ ആങ്കറാണ് ആങ്കർ. മസ്കറ്റ് ഹോട്ടൽ. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് ഇവിടുന്നാണ് അത്രേ പോയത്. നമുക്ക് സ്ഥിരം കുറച്ച് ഹോട്ടലുകളുണ്ട്, അവിടെ പോവാറ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇപ്രാവശ്യം ലെഗസി പിടിക്കാന്ന് വിചാരിച്ചു. വാപ്ചിയുടെ ലെഗസി. IFFKയുടെ പ്രധാനപ്പെട്ട വേദിയായ ടാഗോർ തിയേറ്ററിലേക്ക് 8 മണിക്ക് എൻഡ്ലെസ് ബോർഡേഴ്സ്. IFFIയിൽ ഒരു അവാർഡൊക്കെ കിട്ടിയുള്ള പടാ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ IFFKയുടെ നമ്മുടെ ആധാരം 28ാമത്തെ ആണ് കേട്ടോ ഇപ്രാവശ്യം. ഞാനിത് 8ാമത്തെ 9ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പലരും പലതിനാണ് അവിടേക്ക് പോകുന്നത് കേട്ടോ. ചിലവർ വെറുതെ വൈബ് പിടിക്കാൻ പോകും, അർമാദിക്കാൻ. ചിലർ സൗഹൃദങ്ങൾ പുതുക്കാൻ. കഴിഞ്ഞ വർഷം പരിചയപ്പെട്ട കുറേ പേരുണ്ടാവും, അവരെ വീണ്ടും കാണാൻ. ചിലർ സിനിമ കാണാൻ വേണ്ടി മാത്രം 7-8 പടങ്ങളൊക്കെ ഒരു ദിവസം കണ്ട് കിളി പോയി നടക്കുന്നതാണ്. ചിലവര് അവസരങ്ങൾ കിട്ടാൻ, ചിലവർ കുറേ പേരെ കാണാൻ, ചിലർ വെറുതെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ. 7-8 ദിവസം വെറുതെ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ നടക്കാൻ. പല തരത്തിലാണ് പോവുക. എന്തായിരിക്കും സിനിമയുടെ പ്രത്യേകത? മറ്റുള്ളവരുടെ ജീവിതം അറിയാനുള്ള ഒരേ ഒരു ഉപാധി കലയാണ്. കല. ഒരു സിനിമ വന്നപ്പോഴല്ലേ ജോർജ് കുട്ടിയുടെ ജീവിതം ഒരു സിനിമയിലാണല്ലോ മനസ്സിലായത്. ഒരുപക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കലാരൂപം സിനിമയായിരിക്കും. 2018 പ്രളയം കേരളത്തിലുണ്ടായത് ലോകം മുഴുവൻ അറിഞ്ഞു. ഇറാനിയൻ സിനിമകളും കൊറിയൻ സിനിമകളും കാണുമ്പോഴാണ് നമ്മൾ അവരുടെ ജീവിതത്തെ ശരിക്കും ഇങ്ങനെ കാണും. നമ്മൾ ഇപ്രാവശ്യം സിനിമ കാണാന്നുള്ളത് പ്രധാനമായിട്ടും. കാരണം ആ സിനിമകളുണ്ടല്ലോ പലതരം. ഏഷ്യൻ സിനിമകൾ, ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, പിന്നെന്താ വേൾഡ് സിനിമ, കണ്ടംപററി ഇന്ത്യൻ സിനിമ. ലാസ്റ്റ് സീനിലെ ലേഡി ഇങ്ങനെ നിൽപ്പുണ്ടല്ലോ. കംപ്ലീറ്റ് ആളുകൾ എക്സ്പെക്ട് ചെയ്യാൻ ലേഡി മരിച്ചു എന്നാണ് വെടിവെപ്പ് കേട്ടു. അതല്ലേ? പക്ഷെ അതല്ല. I have my own life to fight. ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തെരുവിൽ കൂട്ടിമുട്ടിയവർ പാട്ട് പാടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭംഗി. നമ്മൾ ഈ ചെറുപ്പക്കാരെ കുറിച്ച് പല കഥകളും പലതൊക്കെ പറയില്ലേ. എന്ത് ഡ്രസ് അവരുണ്ടാക്കുന്നൊരു സ്വാതന്ത്ര്യബോധവും ഒരു പ്രകടനങ്ങളും കഴിവുകൾ അവരിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഉത്സവമാണ് ഈ കാണുന്നത് മുഴുവൻ. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഇത് കണക്റ്റ് ആവുന്നുണ്ടാവുക. ഇപ്പോൾ നോക്കി ഇപ്പോൾ കണ്ട പാട്ടില്ലേ, ഞാൻ ചുമ്മാ വന്ന് കയറി തരും. ഞാനിങ്ങനെ പോകുമ്പോൾ അവർ പിള്ളേർ വലിച്ചു കയറ്റി പാടി. നമുക്ക് ചില സംഗീതങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് പരിചയങ്ങളൊന്നും വേണമെന്നില്ല.
പിന്നെ നമ്മളെ ചില ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ട് പോകും. എനിക്ക് പാട്ട് പാടാനൊക്കെ നല്ല മടിയില്ല, ഞാൻ ഇരുന്ന് പാടി പ്രസംഗിക്കാൻ നമുക്ക് പറ്റും. നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കുഞ്ഞരൻ. അതിലിരിക്കുന്ന പലർക്കും അവരെ പരസ്പരം അറിയില്ല. എന്നെ അതിൽ 2-3 പേർക്കേ അറിയുള്ളൂ, ഞാൻ ആരും അറിയില്ല. പക്ഷേ ഞങ്ങളാണ് ഒരുമിച്ച് ഇപ്പോൾ ഒരു 8-10 പാട്ട് കഴിഞ്ഞാൽ 3/4 മണിക്കൂറായിട്ട് പാടിയിരുന്നത്. സംതിങ് ശരിക്കും. ഹലോ, വീഡിയോസ് കാണാറുണ്ട്. ഇല്ലല്ലേ? പുലർച്ചെ 3 മണി കഴിക്കും. രാത്രി പിറ്റേ ദിവസം ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഒരു 9 മണിയാകുമ്പോൾ ചായയും പേപ്പറുമായി മസ്കറ്റ് ഹോട്ടൽ. രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്തു, ഓട്ടോ പിടിച്ചു. നേരെ നമ്മുടെ സ്ഥിരം വെട്ടമൃഗം അപ്പോളോ ഡിമോറ പോയി. അവിടെ കയറി കുളിച്ചു, ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടത്. തിരുവനന്തപുരത്തിന് മൊത്തത്തിലൊരു എസ്തെറ്റിക് ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, കുറേ ചേച്ചിമാരും ഒക്കെ വന്ന് സംസാരിച്ചു, കുറേ പേര് കെട്ടിപ്പിടിച്ചു. അത് വളരെ ജനുവനായിട്ട് പറയുന്നത്. ഒരുപാട് കാലമായിട്ട് ഞാൻ കാണുന്ന ഒരു സമയം തൊട്ടേ കാര്യങ്ങളെ വളരെ ജനുവനായിട്ട് പറയുന്നു. ഇതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരേപോലത്തെ ഏകദേശം സിനിമയെ ആസ്വദിക്കുന്ന ആളുകളുടെ കൂടെ ഇരുന്ന സിനിമ ആണ്. സിനിമയെ ഗൗരവത്തോടു കൂടി കാണുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ്. അതാണ് അതിൻ്റെ രസം. പാട്ടും കൂട്ടം മാത്രമല്ല, ഫ്രാങ്ക് ഇതിലെ രസം എന്ന് പറയുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആളുകൾ മീറ്റ് ചെയ്യുന്നു. ഒരു പരിചയമില്ലാത്തവർ ഒരുമിച്ച് പാട്ട് പാടുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ഒരു കമ്പനിയിൽ തന്നെ എന്താ പറയുക, ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ തന്നെ ഒരു പാട്ട് ഇങ്ങനെ കോർത്ത് പാടി എല്ലാവരും കൂടി ഒരുമിച്ചൊരു പാട്ടാവുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് ഡെലിബറേറ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ ഇവിടെ ആ ഒരുമയൊക്കെ ഉണ്ടല്ലോ, ഒരു പരിചയമില്ലാത്ത കുറേ ആളുകൾ തമ്മിലിങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് കൂടും. അതാണ് IFFK എന്ന് കിട്ടുന്നൊരു പരി. പിന്നെ രസമാണ്. ഇന്നലെ കണ്ട പടമൊക്കെ ഗംഭീരമായിരുന്നു. എൻഡ്ലെസ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞ പടം കണ്ടു, അത് തകർത്തു. ഒരുപാട് സിനിമ ആഗ്രഹമുള്ളവരും ഒരു കഥ എഴുതിയവരും ഒരു സിനിമയിലൊക്കെ കാണിച്ച ആൾക്കാരും ഒക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ശരിക്കും സിനിമ വരാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ. എല്ലാത്തിനും ഫോർമുല വളരെ സിമ്പിളാണ്. തടി കുറയ്ക്കാൻ എന്താ ഫോർമുല? ഭക്ഷണം കുറയ്ക്കുക, എക്സർസൈസ് കൂട്ടുക. പക്ഷേ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും പുറകെ പോകും. അതുപോലെ തന്നെയാണ് ഈ സക്സസ്സിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ, സിമ്പിളായിട്ട് നിരന്തരം ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ മേഖലയിൽ സക്സസ് ആണ്. കൊച്ചൗസ ചിറ്റിലപ്പള്ളി അദ്ദേഹം നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ആദ്യം വാങ്ങിച്ച വണ്ടി, സ്കൂട്ടർ, അതിൻ്റെ തലേ ദിവസം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബെൻസ് S ക്ലാസ്സോ മറ്റോ മേടിച്ചവർ അറിഞ്ഞിട്ട് പോലുമില്ല ആൾ. എത്ര വ്യത്യാസം ഉണ്ടെന്ന് പറയാം അതിൻ്റെ പൈസ ഒക്കെ തമ്മിൽ. പക്ഷേ എക്സൈറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ ഈ ശ്രമിക്കുന്നവരോട് പറയാനുള്ളത്, ഈ ശ്രമത്തിലാണ് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. കിട്ടിയാൽ ചിലപ്പോൾ ഇത്ര എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആളുകളെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ പേരാണ് മോട്ടിവേഷൻ. അല്ലാണ്ട് ഇത് നടക്കുന്നൊന്നും വിചാരിക്കരുത്. ഹോപ്പ് സെല്ലിങ് മേടിച്ച് വിവിധ കൾച്ചറിലുള്ള ആളുകൾ, വിവിധ തരം വസ്ത്രധാരണ ഉള്ള ആളുകൾ, വിവിധ തരം ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ, വിവിധ തരം കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള ആളുകൾ എല്ലാം മറന്ന് ഒരേ താളത്തിൽ. IFFK ഒരു താളമുണ്ട്. അവിടെ വയസ്സായവരാണോ പാവപ്പെട്ടവരാണോ പണക്കാരനാണോ അവിടെ ഒന്നും വ്യത്യാസമൊന്നുമില്ല. ഗുജറാത്തി അടിപൊളി സംഭവം ആ കാണിച്ചു തരാം. തിരുവനന്തപുരത്ത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇന്ന് കണ്ട പടം ഗുഡ് ബൈ ജൂലിയ. എൻ്റെ പൊന്നോ, എന്താ അതിൻ്റെ ഒരു അഭിനയവും ഇമോഷനും ഒക്കെ പൊന്നു കണ്ണു നിറഞ്ഞു പോകും. ഗുഡ് ബൈ ജൂലിയ കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. നമുക്ക് ഓരോ പ്രാവശ്യം IFFK വരുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല മെമ്മറിയുള്ള ഓരോ പടങ്ങളുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം റൈനിങ് ഗോൾഡ് ആയിരുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്ന് കുറച്ച് പേരൊക്കെ കണ്ടൊരു തട്ടുകടയിൽ കയറി ദോശ അടിച്ചു നടന്ന് നമ്മൾ മാനവീയം വീഥിയിൽ ഗംഭീര പാട്ട് പരിപാടി നടക്കുന്നു. ഞാൻ
രാവിലെ സിനിമ, രാത്രി ഡാൻസ്, അതിനിടയിൽ ഉറങ്ങാൻ സമയം കിട്ടിയ ഭാഗ്യം. അത് തിരക്കേണ്ടില്ല, ആളുകളെ കൂടെ നടന്ന് ഞങ്ങളിങ്ങനെ എല്ലാവരെയും കണ്ട് സ്നേഹം പങ്കിട്ട് മാനവീയം വീഥിയിലൂടെ ഞാനിങ്ങനെ നടന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പോളോ ഡിമോറയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. ഇന്ന് യഥാർത്ഥ IFFKയുടെ വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചു. ആ വസ്ത്രം ഒക്കെ IFFKക്ക് മാത്രമായിട്ടൊരു വസ്ത്രധാരണ രീതിയൊക്കെ ആയിട്ട് ആ രീതിയായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസം നമ്മൾ വേറെ ലെവലായിരുന്നല്ലോ. ഇന്ന് ക്യൂവിൽ നിന്ന് സിനിമ കാണാം. ഇന്ന് സിനിമയുടെ ദിവസം ഒരു 5-6 പടം ഇന്ന് കാണണം. നമ്മളിപ്രാവശ്യത്തെ ഏറ്റവും ലാസ്റ്റ് ഫിലിമിലേക്ക് വന്നിരിക്കുകയാണ്. നമസ്കാരം. നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ ഒരേ പൊളിയാ. സെന്തിൽ എല്ലാം പ്ലാൻ ചെയ്ത യാത്രയായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് പാളി. എയർ ഇന്ത്യ ഞങ്ങളെ ചതിച്ചു ഗൈസ്. പക്ഷെ ലാസ്റ്റ് നിമിഷം അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ കിട്ടിയ വണ്ടിക്ക് എടുത്തതാണ് നമ്മുടെ ജനശതാബ്ദിക്ക് കിട്ടി പോന്നു. എന്തായാലും IFFK അടിപൊളി അനുഭവമായിരുന്നു. അടുത്ത വർഷത്തെ IFFKക്ക് വേണ്ടി കാത്തിരിക്കുന്നു.